പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥനയിൽ ഇന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്ന് യാത്ര പോകുന്നവരെ, ഓഫീസിൽ പോകുന്നവരെ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവർ, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, റിസൾട്ട് നോക്കാൻ പോകുന്നവർ, വൈവാഹിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, കർത്താവെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യൻ ഉത്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ പ്രത്യേക കാര്യം ഉണ്ടാകണമേ. കർത്താവെ, പകുതിയല്ലേ ഉള്ളൂ, മൊത്തമില്ലല്ലോ, അല്പമല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താകാനാണ് എന്ന് അപ്പോസ്തലന്മാരെ പോലെ, ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ പണ്ട് ഒരു ബാലൻ്റെ കൈവശമുള്ള അപ്പത്തെക്കുറിച്ച് പരിവേദനം ചെയ്തു. ഇതുകൊണ്ട് എന്താകാനാണ്? അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുടെ കർത്താവെ, അവിടെ പൊന്നാകാം, അവിടെ പണമാകാം, അവരുടെ
സ്വാധീനമാകാം, അവരുടെ ആവശ്യമായ പോയിന്റുകളാകാം. ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം. അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിൻ്റെ കൂടെ കർത്താവിൻ്റെ ചൈതന്യം കൂടി കൂട്ടിക്കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ മുന്നിൽ എല്ലാ ഡോക്യുമെൻറ്റ്സിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കിട്ടാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവ് ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവെ അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ അങ്ങനെ മക്കൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്നവരെ, റിസർച്ച് ചെയ്യുന്നവരെ, കർത്താവെ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കടങ്ങൾ, അവരുടെ ജീവിത ആവശ്യങ്ങൾ, അവിടെ തൊഴിൽ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ നീപ്പിക്കുന്നു. ഭവനരഹിതരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ ഇല്ലാത്തവരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടുന്നു, നിങ്ങൾ സൗഖ്യപ്പെടുന്നു. തിരികെ വരണ സമയം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. റോമ 8:31. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അപ്പം അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാട്ടുകാരെയും വീട്ടുകാരെയും ബോധ്യപ്പെടുന്നതിനേക്കാൾ ഉപരി ദൈവത്തെ ബോധ്യപ്പെടുത്തിയാൽ ദൈവം നമ്മുടെ പക്ഷത്ത് വരും. അതുപോലെ തന്നെയാണ് ദൈവം നമ്മുടെ പക്ഷത്ത് വന്നാൽ നമ്മൾക്ക് ഈ പ്രയാസമാകുമെന്ന് പറഞ്ഞ വിഷയങ്ങളെല്ലാം ഈസിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ജീവിതം ഈസിയാണെന്നുള്ള വിഷയത്തിലാണ് ഈശോ അവസാനം ഊന്നൽ കൊടുക്കുന്നത്. എന്താണ്? എൻ്റെ നുകം മധുരമാണെന്ന് പറയണില്ലേ? ഈശോയുടെ വചനം നടപ്പിൽ വരുത്തുന്നതും എല്ലാം എന്താണ്? സ്വീറ്റാണെന്ന് പറഞ്ഞു. മത്തായി 11:30. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളത്, ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ലൈറ്റ് വെയിറ്റ് ആണെന്ന്. എൻ്റെ വിഷയം വെച്ചാൽ നമ്മൾ ദൈവസ്നേഹം ഇതെങ്ങനെയാണ് ഹാപ്പൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവസ്നേഹത്തെ പ്രേരിതരായി ദൈവത്തോടുള്ള തീഷ്ണതയും എരിവും കൊണ്ട് മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ ദൈവം ഇത് ലൈറ്റ് വെയിറ്റാക്കി തരണതാണ്. അത് വഹിക്കാൻ എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ദൈവം ഇത് ലൈറ്റ് വെയിറ്റായിട്ട് തരും. കാര്യം ലൈറ്റ് വെയിറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്തു തരും. അങ്ങനെ ഒരു റിലേഷനാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി അതിൻ്റെ സത്യസന്ധമായ ജീവിതമാണെങ്കിൽ ജീവിതം ലൈറ്റ് വെയിറ്റ് ആകും. അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ മാത്രം കിട്ടാൽ മതി. 50,000-ഓളം സാക്ഷ്യങ്ങൾ ഇപ്പോൾ കിടപ്പില്ലേ? നമ്മൾ അപ്പ് ചെയ്താൽ മാത്രം ഓരോ മനുഷ്യൻ്റെ ജീവിതം എന്ത് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് അത് പോകണമെന്ന് നോക്കില്ലേ? അപ്പം അതാണ് എപ്പോഴും വചനം അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാകണതും അത് ദൈവത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ്. പ്രൈസ്. ബിന്ദു പത്മദാസ്, ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ മാസം 3-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത അന്ന് മുതൽ എനിക്ക് അമ്മ മാതാവിൻ്റെ സംരക്ഷണം വളരെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ജോസഫ് അച്ഛൻ്റെ എല്ലാ യൂട്യൂബ് ചാനലിൽ നടക്കുന്ന ആരാധനയും ഞാൻ കൃത്യമായി പങ്കെടുക്കുകയും അച്ഛൻ്റെ ഓരോ ആരാധനയിൽ പറയുന്ന വചനങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന വളരെ കൃത്യമായി കറക്റ്റ് 3 മണി വെളുപ്പാങ്കാലത്ത് സമയത്ത് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്. അതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്ത അന്ന് തന്നെ എൻ്റെ ഈ 2 മുട്ടുകാലിനും നല്ല വേദനയുള്ള ആളായിരുന്നു. 7 വർഷം കൊണ്ട് ഞാൻ ഈ മുട്ടിൻ്റെ വേദന വളരെ നല്ല രീതിയിൽ അനുഭവിച്ച് എന്ത് ചെയ്യും ഈ മുട്ടുവേദനയ്ക്ക്. അങ്ങനെ അമ്മ മാതാവിൻ്റെ ഈ പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന, മുട്ട് കുത്തി നിന്ന് അത് ചൊല്ലുവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ആദ്യമൊക്കെ വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ക്രമേണ ഈ ജപമാല ഫുള്ളും എനിക്ക് ഈ മുട്ട് കുത്തി നിന്ന് ചൊല്ലുവാനായിട്ടുള്ള അവസരം അമ്മ മാതാവ് ഉണ്ടാക്കി തന്നു. എൻ്റെ ഈ മുട്ടുവേദന ഇപ്പോൾ എനിക്കില്ല. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും വെളുപ്പിന് 3 മണിക്ക് 3 തവണ ചൊല്ലി പ്രാർത്ഥിച്ച് മുട്ടിൽ നിന്ന് തന്നെയാണ് ഈ 3 തവണയും ചൊല്ലുന്നത്. എനിക്കതിൽ വളരെ സന്തോഷവും അമ്മ മാതാവിനോട് 1 കോടി
നന്ദിയും ഞാൻ പറയുകയാണ്. ഈ മുട്ടുവേദന മാറി തന്നെ എൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നല്ല അവസ്ഥ എനിക്ക് മാറിക്കിട്ടി. രണ്ടാമത് ഇവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ കൊച്ചച്ഛൻ, അതായത് എൻ്റെ അമ്മയുടെ അനുജിത്തിയുടെ ഭർത്താവ്, ആ പുള്ളിക്ക് ക്യാൻസർ ആയിരുന്നു. 3 മാസം കൊണ്ട് പുള്ളിയുടെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുക്കാതെ ഞാൻ അദ്ദേഹത്തെ പോയി കാണില്ല. അദ്ദേഹത്തെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി കാണുവാണെങ്കിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അദ്ദേഹത്തിന് അത് മാറിക്കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് വിശ്വാസ പ്രമാണം പോലും എനിക്ക് ബൈഹാർട്ടല്ല. ഞാൻ ഇവിടെ നിന്ന് വണ്ടിയിൽ കയറി വണ്ടിയിലിരുന്ന് വിശ്വാസ പ്രമാണം ഞാൻ ബൈഹാർട്ടായിട്ട് പഠിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ, എന്താ മോളെ നീ ഇത്രയും വൈകിയത്? അത് ഞാൻ ഇന്ന കാര്യത്തിനായിട്ട് വേണ്ടി കൊച്ചച്ഛന് വേണ്ടി പോയി. ഞാൻ അവിടെ ഇരുന്ന് ആദ്യം ചെന്ന് ഈ ഉടമ്പടി തൈലം എടുത്ത് കൊച്ചച്ഛൻ്റെ നെറ്റിയിൽ വയറ്റിലും ശരീരം മൊത്തവും പുരട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം. എനിക്ക് ബൈഹാർട്ടായി. അപ്പോൾ ഞാൻ അത്രയും നേരം ആ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ച് പഠിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എന്തോ പെട്ടെന്ന് തന്നെ പുള്ളിക്കൊരു ചിരിയും സന്തോഷവും അവിടെ ഉള്ളവരെല്ലാവരും അതിശയിച്ചു പോയി. കൊച്ചച്ഛൻ എണീക്കാനായിട്ട് കൂടുതലും ആഗ്രഹം കാണിക്കുന്നു, എന്നെ കെട്ടിപ്പിടിക്കുന്നു, എന്നെ ഒന്ന് എണീപ്പിക്കാൻ പറയുന്നു. അപ്പം എല്ലാവരോടും പറഞ്ഞു ഇനി 3 മാസത്തേക്കേ ആയുസുള്ളൂ, എല്ലാവരും അറിയിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് പരിപൂർണമായിട്ട് വിശ്വാസമാണ് ഈ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ അതിന് സൗഖ്യമുണ്ടാവുമെന്ന്. എന്നെ ഈ ഒരു വിശ്വാസത്തിലേക്ക് ഇറക്കിയത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാബു എന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഇവിടുത്തെ സ്ഥിരം സന്ദർശകയും വിശ്വാസിയുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയാണ് എന്നോട് പറഞ്ഞത് രോഗസൗഖ്യം പെട്ടെന്നാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ. എനിക്കും അത് നന്നായിട്ട് ഫീൽ ചെയ്തു. ഇപ്പോൾ കൊച്ചച്ഛന് യാതൊരു ആപത്തും ഇല്ല, കൊച്ചച്ഛൻ എണീറ്റിരിക്കുന്നു. അതേപോലെ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഇപ്പോൾ ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇനി സന്തോഷമായിട്ടിരിക്കുക. അവരും വീട്ടിൽ ഞാൻ പറഞ്ഞത് പ്രകാരം പ്രാർത്ഥനകളും മുടക്കാതെ ചെയ്യുന്നുണ്ട്. കൊച്ചച്ഛൻ പൂർണ്ണ സൗഖ്യവാനായി. അതിലും വലിയൊരു സന്തോഷം എനിക്കിനി വേറൊന്നുമില്ല. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അതെന്ന് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനായിട്ടുള്ളത്, എൻ്റെ മകൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന +2 എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിനി പ്രാക്ടിക്കൽ എക്സാം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ നിയോഗം വെച്ചിരിക്കുന്ന ഒരു 6 കാര്യങ്ങളിലും 3 കാര്യങ്ങളും ഏകദേശം എനിക്ക് അമ്മ മാതാവ് ഇപ്പോൾ തന്നെ നടത്തി തന്നു കഴിഞ്ഞു. അതിലെ രണ്ടാമത്തെ കാര്യം എൻ്റെ മകൻ്റെ എക്സാം. അവൻ എന്നോട് പറഞ്ഞു, അമ്മ ഞാനെല്ലാം പഠിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, അമ്മ വഴക്കൊന്നും പറയരുത്, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം അവനോട് പറഞ്ഞു, ഞാൻ ഈ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മോനെ പ്രാർത്ഥിച്ച് പോകണം. ആദ്യത്തെ ദിവസം അവൻ എന്തോ എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചു, ഒരു ചെറിയ ഒരു അനിഷ്ടത അതിലൊക്കെ കാണിക്കുകയും ചെയ്തു. പക്ഷേ രണ്ടാമത്തെ ദിവസം എൻ്റെ പൊന്നു മോൻ എന്നോട് പറഞ്ഞു, അമ്മ ഇന്നലെ പ്രാർത്ഥിച്ചിട്ടേ എനിക്ക് ഇന്നലത്തെ എക്സാം വളരെ എളുപ്പമായിരുന്നു അമ്മ, അതുകൊണ്ട് ഇന്നും അമ്മ എന്നെ പ്രാർത്ഥിച്ച് വിടണേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുഞ്ഞിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതിൽ വലിയ സന്തോഷം. വേറെന്താ, അമ്മ മാതാവിനെ എൻ്റെ മോനും തിരിച്ചറിഞ്ഞു. അവൻ വളരെ സന്തോഷത്തോടെ ഓരോ എക്സാം കഴിഞ്ഞ് വരുമ്പോഴും എന്നോട് പറയുന്നു, അമ്മ എനിക്ക് പരീക്ഷ വളരെ എളുപ്പമായിരുന്നു, അമ്മ പ്രാർത്ഥിച്ചതുകൊണ്ടാണെന്ന് അവൻ എന്നോട് പറയുന്നു. അതും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം, എൻ്റെ പ്രാർത്ഥനയും അതാണെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. മൂന്നാമത് എനിക്ക് കിട്ടിയത് ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ കൂട്ടുകാരിക്ക് ഒരു മുഴയുണ്ടായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി പുള്ളിക്കാരിയെയും ഞാൻ ഇതേപോലെ ഇവിടെ വന്നിട്ടില്ല, പുള്ളിക്കാരി എന്നോടൊപ്പം ഇവിടെ വരാനിരുന്നതാണ്. ഇന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നോടൊപ്പം വേറെ 2 പേര്, ഒരാളും കൂടി ഇന്ന് വന്നിട്ടുണ്ട്. ഇവരെല്ലാം എൻ്റെ വിശ്വാസത്തെ പ്രതിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ ആ കൂട്ടുകാരിക്ക് വയറ്റിലുണ്ടായിരുന്നൊരു നെല്ലിക്ക വലിപ്പമുള്ളൊരു മുഴയായിരുന്നു. ഈ മുഴ കൊണ്ടൊരു നല്ല വേദനയും പുള്ളിക്കാരിക്ക് അനുഭവപ്പെട്ടിരുന്നു. ഈ വേദന വിശ്വാസ പ്രമാണം ചൊല്ലി ഈ തൈലം പുരട്ടിയതിന് ശേഷവും വളരെയധികം വ്യത്യാസം വരികയും പുള്ളിക്കാരി അതിൽ വളരെ സന്തോഷവതിയായിട്ട് സൗഖ്യവതിയായിട്ട് പോയിരിക്കുന്നു. ഇത് മൂന്നാമത്തത്. നാലാമത്തത്, ഒരുപാട് കടബാധ്യതകളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവർക്കും കടങ്ങളുണ്ട്. പക്ഷേ എൻ്റെ കടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേരെ സഹായിച്ച് കിട്ടാക്കടങ്ങളായിരുന്നു എനിക്ക് കൂടുതലും. അപ്പോൾ ഒരു 7 വർഷമായിട്ട് എനിക്ക് തരാനുള്ള പൈസ തരാതിരുന്ന ഒരു വ്യക്തി ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന 3 ദിവസം ചൊല്ലിയതിന് ശേഷം 4ാമത്തെ ദിവസം എനിക്കൊരു ഫോൺ കോൾ വരുന്നു, കുഞ്ഞേ നീ എവിടെയാണ്? അപ്പോൾ ഞാൻ ബസ്സിലിരിക്കുകയാണ്, മോളെ നിനക്ക് ഞാനൊരു ഇത്തിരി പൈസ തരാനുണ്ടല്ലോ, അത് തരാൻ വേണ്ടി എനിക്കൊന്ന് വീട്ടിലേക്ക് വരണം, മോൾ അവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ ആ ബസ്സിലിരുന്ന് തന്നെ
ഭയങ്കരമായിട്ട് കരഞ്ഞു. ഇത്രയും നാളും ഞാൻ ആഗ്രഹിച്ചപ്പോഴൊന്നും അവരെനിക്ക് തന്നിട്ടില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന മാറ്റം മാത്രമാണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ആ പൈസ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. നാലാമത് KSFയുടെ ഒരു ചിട്ടി ഉണ്ടായിരുന്നു. എൻ്റെ കടങ്ങൾ തീർക്കാൻ വേണ്ടി ഈ ചിട്ടിക്ക് വേണ്ടി ഞാൻ കുറേ നാൾ പുറകെ നടന്നിരുന്നു. അത് മുടക്കങ്ങളൊക്കെ വന്നു. അത് ലാസ്റ്റ് എനിക്ക് കിട്ടാനായിട്ട് വഴിയില്ലാതെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതേപോലെ തന്നെ KSF എന്നൊരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ച് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവിടെ വരണം, നിങ്ങൾക്കുള്ള ചിട്ടി റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ വന്ന് പണം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഇതും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കടബാധ്യതകൾ പതുക്കെ എല്ലാം അമ്മ മാതാവ് നീക്കി തരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ അച്ഛൻ പറയുന്നത് പോലെ പ്രാർത്ഥന വളരെ സൂക്ഷ്മമായിട്ടും വളരെ നല്ല രീതിയിൽ കൃത്യതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ ഉടമ്പടി വളരെ നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് ആവുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം എത്ര ഭംഗിയായിട്ടാണ് ആ പ്രയറിനെ നമ്മൾ കാണുന്നത്, അത്ര നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ മാതാവ് നമ്മുടെ കൂടെ വരും. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ദൈവപിതാവിനും നന്ദി പറയാം. ഈ അമ്മയുടെ വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ പറഞ്ഞു. അതായത് അവസാനത്തെ വാക്കട്ടെ, എത്ര ഭംഗിയായിട്ടാണോ നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുന്നത് അത്ര ഭംഗിയായിട്ട് അമ്മ മാതാവ് നമ്മുടെ കൂടെ വരുമെന്നാണ് പറഞ്ഞത്. ഈ അമ്മ ഉടമ്പടി ചെയ്യുന്നതിന് ശേഷം എത്ര സാക്ഷ്യങ്ങൾ, അതായത് എൻ്റെ കൊച്ചച്ഛനെ കാണാൻ വേണ്ടി പോകണമെങ്കിൽ തീരുമാനം എടുത്തതാണ്, ഉടമ്പടി ചെയ്തിട്ടേ ഞാൻ പോകുള്ളൂ, അല്ലാതെ പോകില്ല. ഉടമ്പടി ചെയ്ത് നേർച്ച വസ്തുവും കൊണ്ട് ചെന്ന് ആ അപ്പച്ചൻ്റെ നെറ്റിയിൽ ഇട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. 3 മാസം ഡോക്ടേഴ്സ് സമയം പറഞ്ഞതാണ്. പക്ഷേ അപ്പോൾ തന്നെ അപ്പച്ചന് സന്തോഷം ഉണ്ടായെന്ന് പറഞ്ഞു. ആദ്യത്തത് സന്തോഷം ഉണ്ടായി ആദ്യം. ഇപ്പോൾ അമ്മ മാതാവ് എലിസബത്തിനെ കാണാൻ ചെല്ലുമ്പോൾ എന്താണ്, എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു കുതിച്ച് ചാടിയാണ് ചെയ്യണത്. അമ്മ ചെല്ലുമ്പോൾ ഉള്ള സന്തോഷമാണ്. അതായത് ഒരു കുടുംബത്തിലേക്ക് നമ്മൾ പരിശുദ്ധ അമ്മയായിട്ടാണ് പോണതേ. ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മേനെയും കൂടെ പറയുന്നത്, ഉടമ്പടി ശുശ്രൂഷ ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ അമ്മ കൂടെ നിങ്ങളുടെ കൂടെ വരുമ്പോൾ നിൻ്റെ കൂടെ അമ്മയുണ്ട്. അപ്പോൾ നീ എവിടെ ചെന്നാലും ആ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഉടനെ തന്നെ ആ പിതാവ് സന്തോഷിക്കാൻ തുടങ്ങി. പറയും 3 മാസം എന്നുള്ളത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ആരോഗ്യമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ഞാൻ അടുത്തിരിക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ടുള്ള സൗഖ്യമാണ്. അതുകൊണ്ട് ഞാൻ കൊല്ലത്തുള്ള ആളാണ്, അദ്ദേഹം വൈറ്റിലയിലാണ്. അപ്പോൾ എനിക്ക് എല്ലാ ആഴ്ചയിലും ഒക്കെ പോകാനായിട്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പോകാനും വരാനും ഒക്കെ സൗകര്യക്കുറവുകളുണ്ട്. അപ്പം ഞാൻ എന്നും കൊച്ചച്ഛന് വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ പ്രാർത്ഥനയിലാണ്. എനിക്ക് വളരെ വിശ്വാസം. 1000 നന്ദി പറയാം. കാരണം പിന്നീട് പറഞ്ഞത് കിട്ടാക്കടങ്ങൾ, നിങ്ങൾക്കുള്ള കിട്ടാക്കടങ്ങളുണ്ട്. ഈ സാക്ഷ്യം തന്നെ കിട്ടാക്കടമാണ്. എനിക്കത് കിട്ടത്തില്ല, ഞാൻ ഉറപ്പിച്ച് എൻ്റെ ആവശ്യ സമയത്തൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഉടമ്പടി ചെയ്തെടുത്തു. 3-ാം ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ, അവൻ പറയുന്നത് പോലെ ഈശോ പറഞ്ഞ പോലെ ചെയ്യാൻ നീ തയ്യാറാകുമ്പോൾ നിനക്കുള്ള കിട്ടാക്കടങ്ങളെ പോലെ അമ്മ വീട്ടിൽ തരും. പിന്നെ അതായത് സാമ്പത്തിക മേഖലയിൽ ഉയർച്ച വരുന്നു, മക്കളുടെ ജീവിതത്തിൽ വിശ്വാസം വരുന്നു. എല്ലാ തലങ്ങളിലും പരിശുദ്ധ അമ്മയുടെ വലിയൊരു കരുണ അനുഭവിക്കാനായിട്ട് ഉടമ്പടി ചെയ്താൽ പറ്റും. എത്രയും മനോഹരമായിട്ട് ചെയ്യുന്നു അത്രയും മനോഹരമായിട്ട് അമ്മ കൂടെ വരുമെന്നാണ് പറഞ്ഞത്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മാത്രം. എൻ്റെ പേര് ജോൺ ജോസഫ്. ഞാൻ കുട്ടനാട്ട് ചെറുകരയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് പരിശുദ്ധ അമ്മ വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഉടമ്പടി എന്തെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞാനും എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞും ഞങ്ങൾ ദുബായിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ വൈഫ് മസ്കറ്റിലൊക്കെ ജോലി ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നല്ല ജോലി ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളവിടെ ഫസ്റ്റ് ചാൻസിൽ തന്നെ വൈഫിന് എക്സാം പാസ്സാകുകയും ദുബായിൽ ഹസ്ബൻഡ് വിസയിൽ വരാനൊക്കെ ദൈവം ഇടയാക്കി. എന്നാൽ 1.5 വർഷം പരിശ്രമിച്ചിട്ടും വൈഫിന് ജോലി ലഭിക്കുന്നില്ല. ആ ഒരവസ്ഥയിൽ എൻ്റെ വൈഫിൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞങ്ങളോട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. അന്ന് ഞങ്ങൾക്ക് കൃപാസനം എന്തെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, നിങ്ങൾ ഇന്ന പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ആ പ്രാർത്ഥന ഫോട്ടോയിൽ കണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾക്ക് വൈഫിന് ജോലി ലഭിക്കുകയും സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അങ്ങനെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ മറ്റൊരു വലിയ കാര്യം, അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയിൽ നിയോഗമായിട്ട് വെച്ചതായിരുന്നു. എനിക്ക് 17 വർഷമായിട്ട് അലർജി രോഗം. അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ആരെങ്കിലും ഒന്ന് ചുമ്മാതെ ചൂല് കൊണ്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മാറാല തൂക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ചെയർ ഒന്ന് വലിച്ചിടുകയോ ചെയ്താൽ അതിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുമ്പോൾ എൻ്റെ വൈഫിനും എൻ്റെ ബ്രദറിനും ഒക്കെ വളരെ കൃത്യമായിട്ടറിയാം. കാര്യം ഒരു തുമ്മലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഒരു തുമ്മൽ വന്നങ്ങ് പോയി,
ഈ അൾത്താരയിൽ ഒരുപാട് പേര് സാക്ഷ്യം പറയുന്നുണ്ട് ആ തുമ്മൽ. അപ്പോൾ ഞങ്ങൾ പറയും, കണ്ടോ ഈ തുമ്മൽ പോലെ തന്നെയാണ് എൻ്റെ തുമ്മൽ, ഇതാർക്കും അറിയത്തില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് ശക്തമായ തുമ്മൽ. നിങ്ങൾ വിശ്വസിക്കത്തില്ല, അനുഭവിച്ചത് ഞാനാണ്. 60-70 തുമ്മൽ ഒരു മനുഷ്യ ശരീരം തുമ്മുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം ഞാൻ മൊത്തം ഡൗൺ ആവുകയും നമ്മൾ സിട്രിസിൻ പോലുള്ള ഗുളിക, സഡേഷനുള്ള ഗുളിക 2-3 കഴിക്കുകയും 3-4 ദിവസത്തേക്ക് എൻ്റെ ബോഡി വീക്കാവുകയും ചെയ്യുന്നൊരവസ്ഥയായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ആ ഒരു പീഡ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓഫീസിലെ ടിഷ്യൂ തീർക്കുന്ന വ്യക്തി ഞാനായിരുന്നു. ടിഷ്യൂ ബോക്സുകൾ എടുക്കും, തുമ്മുന്നത് മാത്രമല്ല, തുമ്മുന്ന സൗണ്ട് കേട്ടാൽ ആളുകൾ ഞെട്ടും. എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് ഞെട്ടിപ്പോ. ആ ഒരു പീഡയിൽ നിന്ന് സത്യം പറഞ്ഞാൽ അതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുക. ഇവിടുത്തെ ഓരോ ശുശ്രൂഷയിലും പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മ സഞ്ചരിച്ച് വന്ന് നമ്മളെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിച്ച് കനയിൽ എന്ന പോലെ തിരുക്കുമാരൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു തരുമെന്ന്. സത്യത്തിൽ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. 17 കൊല്ലമായിട്ട് ഇപ്പം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയുകയാണ്, എനിക്കിപ്പോൾ 45 വയസ്സുണ്ട്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ തുമ്മലെന്ന് പറയുന്നത് ഒരു മറ്റേത് രോഗത്തെക്കാളും ഭയാനകം പോലായിരുന്നു എനിക്ക്. എന്തെന്ന് വെച്ചാൽ ഞാൻ തുമ്മുമ്പോൾ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസാണ്. തുമ്മിയാൽ സാധാരണ ആൾക്കാർ തുമ്മുന്ന പോലല്ല, ആ തുമ്മിൻ്റെ കാഠത ഞാൻ പറയണം. പരിശുദ്ധ അമ്മയുടെ ആ ഉടമ്പടിയുടെ ശക്തിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ ടിഷ്യൂ നനയും, അടുത്ത ടിഷ്യൂ ഓഫീസിൽ ഞാനിരിക്കുന്ന ടേബിൾ വൃത്തികേടാവും. ഈ അവസ്ഥയിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ച് രക്ഷിച്ചു. അതിന് ദൈവത്തിന് കോടാനുകോടി നന്ദി. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഞാൻ 2018 നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ എൻ്റെ ഫാദറിന് ആണിരോഗമുണ്ട്. എനിക്കറിയില്ല, ഞാൻ എങ്ങനെയോ ചെരിപ്പിട്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ തിരിച്ച് കുടുംബസമേതം ദുബായിലെത്തുകയും അവിടെ ചെന്നതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇടത് കാലിൽ ഒരു ആണി പോലെ ഒരു കുരു വന്നു. അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇത് ചാച്ചൻ്റെ ആണിയാണെന്നാണ് തോന്നുന്നത്. അപ്പം ഞങ്ങൾ ഉടമ്പടിയിൽ ഇത് വെച്ചില്ല, ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമായിരുന്നു. ഞങ്ങളിങ്ങനെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും, വൈഫ് ഇച്ചിരി തീക്ഷ്ണതയായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് കാണുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും ഒരുപാട് കുരുക്കൾ വരുന്നു. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയം തോന്നി, ഇതെന്ത് ചെയ്യും? കാരണം നമ്മുടെ ഗൾഫിലൊക്കെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്, ഫൈനാൻഷ്യലി വലിയ പ്രോബ്ലമാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്, അതുകൊണ്ട് ഞങ്ങൾക്ക് നേർച്ച വസ്തുക്കളൊന്നുമില്ല. നേർച്ച വസ്തുക്കളെക്കുറിച്ചും ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ലായിരുന്നു. എന്നാൽ ദൈവം ഇതെല്ലാം അറിയുന്നു, പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളൊരു വ്യക്തമായ, പിന്നീടാണ് ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഒരുപാട് പേര് പറയും അമ്മയുടെ സാന്നിധ്യം കൂടെയുണ്ടെന്ന്. അമ്മ ശരിക്കും ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. ഈ ആണിരോഗം കുരുക്കൾ പോലെ വന്ന സംഭവം സത്യമാണ്. എൻ്റെ കാലിൽ ഒരു പാടുപോലും അവശേഷിക്കാതെ, ഞാനൊരു ചൂടുവെള്ളം ഒഴിക്കുകയോ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്യാതെ ഇത് അപ്രത്യക്ഷമായി എന്നുള്ളതാണ് വലിയൊരു അനുഗ്രഹം. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുപാട് നന്മകൾ ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ വൈഫിൻ്റെ ജോലി ലഭിച്ചത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഒരുപാട് ഡിഫിക്കൽട്ടീസിലൂടെ കടന്നു പോയിട്ടാണ്, സത്യം പറഞ്ഞാൽ 3 റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് അതേ കമ്പനി ഈ ഉടമ്പടി ചെല്ലിയപ്പോൾ ഞങ്ങൾ വീണ്ടും സബ്മിറ്റ് ചെയ്യാത്ത ബയോഡാറ്റ കണ്ട് ഞങ്ങളെ വീണ്ടും വിളിക്കുകയും പഴയ റെക്കോർഡ് അനുസരിച്ച് അവർ വിളിക്കുകയും ഇത് ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ദൂരം യാത്ര ചെയ്താണ് ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. അപ്പോൾ ഞാനും വൈഫും കൊച്ചുമേ ഉള്ളൂ. ഞാനും അവധി എടുത്തു, കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പോയി. അപ്പോൾ അന്നേരം 3 റൗണ്ട് ഇൻ്റർവ്യൂ ആണ്. ആദ്യത്തെ റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ 2-3 ഡേയ്സ് കഴിയുമ്പോൾ പിന്നെ അവർ ഇൻഫർമേഷൻ തരും, പിന്നെയും 2-3 ഡേയ്സ്. അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങി, എൻ്റെ പരിശുദ്ധ അമ്മേ, ഇങ്ങനെ ഓരോ റൗണ്ടിന് ഇറങ്ങാനേ എനിക്കും ഡ്യൂട്ടിയിൽ നിന്ന് ഓഫ് എടുക്കാൻ പറ്റത്തില്ല, കൊച്ചും വളരെ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഈ 3 റൗണ്ട് ഇൻ്റർവ്യൂ എന്നുള്ളത് അമ്മ തന്നെ ഇടപെട്ട് ഇത് ശക്തമായ ഒരു അടയാളം തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. ജോലിക്ക് സെലക്ഷൻ ആയി കഴിഞ്ഞ് വൈഫ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞു, ചായ സത്യത്തിൽ ഇത് 3 റൗണ്ട് ഇൻ്റർവ്യൂ ഒരേ ദിവസം നടന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വലിയൊരു അനുഗ്രഹം തന്ന് ഞങ്ങളെ ആ ജോലി ലഭിക്കുകയും 1.5 വർഷമായിട്ട് ഞങ്ങൾ ആ ജോലിയിൽ തുടർന്നു. ഇപ്പോൾ ഞങ്ങൾ ജോലി റിസൈൻ ചെയ്ത് പോന്നു. അതിനും കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ തന്നെയാണ്. എൻ്റെ ജോലി മേഖലകളിൽ കുറച്ച് പ്രോബ്ലംസ് വന്നു, അതെല്ലാം ദൈവഹിതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സമയത്ത് ഈ കഴിഞ്ഞ ഒക്ടോബർ 2021 ഒക്ടോബർ മാസം നടന്ന അഖണ്ഡ ജപമാലയിൽ ഞങ്ങൾ കണ്ടിന്യൂസ്, ഞാൻ വൈഫ് ഡ്യൂട്ടിക്ക് പോയി, ഞാൻ 7 ദിവസവും ആ ജപമാല ചൊല്ലുകയും
അതിൻ്റെ ഫലമായിട്ട് എൻ്റെ വൈഫിൻ്റെ അനിയത്തി സൗദിയിലാണ്. അവർ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അവർ 2 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുകയായിരുന്നു. ആ സന്തോഷം ഞങ്ങൾ അനേകരോട് പങ്കുവെച്ചു, അനേകരോട് പറഞ്ഞു. ഇത് വീണ്ടും ആ ജപമാല ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ അനേകരോട് ഞങ്ങൾ പറഞ്ഞു, ഈ ജപമാല നിങ്ങൾ കൂടുക, ഒത്തിരി അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ പ്രാർത്ഥിച്ച് അതെ. അത് കഴിഞ്ഞിട്ട് നവംബർ മാസം ദൈവം ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ദൈവമാതാവ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടെ തന്നു. ഇപ്പോൾ വൈഫ് ക്യാരിയിങ് ആണ്. ഞങ്ങളിവിടെ നാട്ടിലേക്ക് വന്നു ഡെലിവറി സംബന്ധമായ കാര്യങ്ങൾക്ക്. അങ്ങനെ ദൈവം വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്തു. അതുപോലെ കോവിഡ് പ്രതിസന്ധിയിൽ ഞങ്ങളുടെ കുടുംബം മുഴുവൻ കോവിഡ് വന്നു. എൻ്റെ പേരൻസും വീട്ടിലുണ്ടായിരുന്നു, ഗൾഫിലുണ്ടായിരുന്നു. ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പച്ചനെ എല്ലാം ദൈവം സംരക്ഷിച്ചു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മകൻ്റെ പേര് ഇസ്ഹാക്ക്. അവൻ ഒരു 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് അവൻ്റെ വയറ്റിൽ നിന്ന് ഡിസ്ചാർജ് വരും, വൈറ്റ് ഡിസ്ചാർജ്. വെള്ളം ഇങ്ങനെ പോവും. ഓറഞ്ച് കൊടുത്തുകൊണ്ടാണോ, ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ടാണോ, വെള്ളം അമിതമായി കുടിക്കുന്നോ, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾ ഡോക്ടേഴ്സിനെ മാറി കണ്ടു. അവരെന്തെങ്കിലും ഗുളിക തരും. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഈ ഉടമ്പടി പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ചില സാക്ഷ്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കൂടുതൽ കാര്യങ്ങൾ വെക്കാം. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ അടയാളങ്ങൾ ദൈവം ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങൾ, ഈ ഒരു പീഡ ഞങ്ങൾ സമർപ്പിച്ചു. ഇത് വന്നു കഴിയുമ്പോൾ കുഞ്ഞ് അവൻ 2.5 വയസ്സായപ്പോൾ 3 വയസ്സായപ്പോൾ തന്നെ അവന് ഭയങ്കര ഫീലിംഗാണ്. അവൻ ആകെ അപ്സെറ്റായിട്ട് ഒരു മൂലയ്ക്ക് പോയിരിക്കും. അത് ഞങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു. അങ്ങനെ കൃപാസനം കാണാനും അവനെ കൂടുതൽ അതിൻ്റെ മുന്നിൽ ഇരുത്താനും ഞങ്ങൾ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ഡിസ്ചാർജും അവൻ്റെ ബാക്കിൽ മലദ്വാരത്തിൽ അതിശക്തമായ ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. ഇതൊക്കെ നമുക്ക് പേരൻസിന് കാണുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അത് ശക്തമായ പരിശുദ്ധമ്മയുടെ ഇടപെടലിലൂടെ ദൈവം മാറ്റിത്തന്നു. അവൻ സൗഖ്യമുള്ളവനായി. 4 വയസ്സ് വരെ, അവൻ 1.5 വയസ്സായപ്പം ഗൾഫിൽ വന്നതാണ്. അവൻ അന്നേരം ഈ കൊറോണ ആയതുകൊണ്ട്, എല്ലാവരും ഈ ഫ്ലാറ്റ് ജീവിതം ആയതുകൊണ്ട് അവൻ സംസാരിക്കില്ലായിരുന്നു. ജസ്റ്റ് അപ്പ അമ്മ വന്നു എടുത്തു എന്നിങ്ങനെ അല്ലാതെ ഈ 2 വയസ്സുള്ള നമ്മുടെ നാട്ടിലെ പിള്ളേർ സംസാരിക്കുന്ന പോലെ ഒരു ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു അവൻ. ഞങ്ങൾ ഈ കൃപാസന സാക്ഷ്യം കറക്റ്റായിട്ട് ഇങ്ങനെ കാണുകയും മാതാവിൻ്റെ പാട്ട് അവനെ കേൾപ്പിക്കുകയും ഞങ്ങൾ മാതാവിനോട് നന്മ നിറഞ്ഞ മറിയാം, അവൻ ഇച്ചിരി കൂടുതൽ ദേഷ്യപ്പെടുമ്പോൾ ഞങ്ങൾ നന്മ നിറഞ്ഞ മറിയാൻ ചെല്ലും. അവൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളിരിക്കുമ്പോൾ അവന് വേണ്ടി നന്മ നിറഞ്ഞ മറിയാൻ ചെല്ലും. അവന് വേണ്ടി ഞങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. അതിശയകരമായിട്ട് അവൻ്റെ വാക്കുകളും അവൻ്റെ ചിന്തകളും ഒക്കെ മാറി തുടങ്ങി. അവനിപ്പോൾ നല്ലപോലെ സംസാരിക്കും. ഇപ്പം നഴ്സറിയിൽ പോകുന്നുണ്ട്. ഈ ഇയർ ഞങ്ങളിവിടെ ആയതുകൊണ്ട് അവനെ സ്കൂളിൽ അഡ്മിഷൻ ഞങ്ങൾ ഇന്നലെ എടുത്തു. എൻ്റെ വൈഫുമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തണം. പരിശുദ്ധ അമ്മ, അച്ഛൻ്റെ ടോക്കുകളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ദൈവത്തിൽ കൂടുതൽ ശരണപ്പെടുക, വചനത്തോട് ഗാഢബന്ധം പുലർത്തുക. ഈ വചനം കൂടുതൽ വായിക്കാൻ തുടങ്ങുകയും അത് എഴുതി വെക്കാനും തുടങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആകുന്നതും. പിന്നീട് ഈ വചനത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവന് ഇടയ്ക്കിടയ്ക്ക് പനി വരും. ആ പനി വിട്ടുപോകുന്നൊരു അനുഭവം ഉണ്ടാവുകയും വളരെ അലർജറ്റിക്കായിട്ട് അവന് ഈ വായിൽ നിന്ന് പത വരുമായിരുന്നു, കഫം വന്നു കഴിയുമ്പം. അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ചുമ വരുമ്പം കഫവും ഛർദിലും കൂടെ. ഇതെല്ലാം ഈ വചനം പ്രാർത്ഥിക്കുകയും കൃപാസനത്തിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് ഞങ്ങൾ അവിടെ നിന്നിട്ട് നേർന്നതിൻ്റെ ഫലമായിട്ട് അത് വലിയൊരു അനുഗ്രഹമാണ്. എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ദൈവം കൃപയുടെ വാതിൽ തുറന്നു തന്നു. പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളിൽ ഒരുപാട് പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ എനിക്ക് പോയി കഴിയുമ്പോൾ ജോലിയുണ്ടോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വന്ന് ഇന്നത്തെ ടോക്കും കൂടെ കേട്ടപ്പോൾ എനിക്ക് പൂർണ്ണമായും ഞാൻ ശരണപ്പെട്ടു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ശരണപ്പെടുവിൻ. ശരണം, അതായത് ട്രസ്റ്റ്, അത് പൂർണ്ണമായും ശരണപ്പെട്ട് കഴിയുമ്പോൾ ബാക്കി ദൈവം ചെയ്തു തന്നുകൊള്ളും. പരിശുദ്ധ അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവിടുത്തെ പുത്രനിലും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ 2-3 കുടുംബങ്ങളെ, ഗൾഫിലുള്ളതും ഇവിടെയുള്ളതുമായ കുടുംബങ്ങളെ ഈ വചന ശുശ്രൂഷ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുത്ത് അവരിവിടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും അവർ പ്രാർത്ഥിക്കാനും അനുഭവം ഉണ്ടായി. മറ്റൊന്നെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഗൾഫിലുള്ളവർക്ക് പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാനും എൻ്റെ വൈഫും കൊച്ചും കൂടെ പോയി ഞങ്ങൾ ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് ലാമിനേറ്റ് ചെയ്ത് പലർക്കായിട്ട് കൊടുത്തു. അങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ ദൈവം ഞങ്ങൾക്ക് ചെയ്തു തന്നു. പിന്നെ മറ്റൊന്നെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ
വിശ്വാസത്തിൻ്റെ മേഖലയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഒരു അനുഭവം ഈ കൃപാസനത്തിലൂടെ തന്നു. ഞാൻ പലപ്പോഴും ഓർക്കും, ദൈവമേ, ഞാൻ ഈ 2010, 11, 12, 13, 14, 15 കാലങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണല്ലോ. എനിക്ക് ഈ കൃപാസനം അമ്മ എന്താണ് എനിക്ക് വെളിപ്പെടുത്താഞ്ഞത്? എനിക്കങ്ങ് വളരെ വേദന തോന്നി. ഇത്രയും കൃപ വർഷിക്കുന്ന ഒരു സ്ഥലം, കൃപയുടെ വാസസ്ഥലം. എൻ്റെ മകൻ പാടും, കൃപാസനം കൃപയുടെ വാസസ്ഥലമെന്ന്. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേറെ കൃപ നമുക്ക് കിട്ടുന്നൊരു സ്ഥലം ദൈവമേ നമ്മുടെ സമീപത്ത് തന്നെ തന്നതിന് ദൈവപിതാവിന് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ടോക്കിലൂടെയും അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ ശുശ്രൂഷകരുടെ ഓരോ വചനങ്ങളിലൂടെയും തരുന്നതിന് നന്ദി പറയുന്നു. മറ്റൊരു സാക്ഷി ഞാൻ ഇവിടെ എഴുതിയില്ല സിസ്റ്റർ. എനിക്ക് പെട്ടെന്നൊരു അസുഖം ഉണ്ടായി. എൻ്റെ നാവ് മുതൽ തൊണ്ടക്കുഴി വരെ പഴുത്തിറങ്ങുന്നൊരവസ്ഥ. മരുന്ന് കഴിച്ചാൽ മാറുമോ എനിക്കറിയില്ല, എനിക്ക് ക്യാൻസറാണോ. നമ്മൾ പലതും ഒരു രോഗം വരുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തത് ചിന്തിക്കും. അങ്ങനെ ഞാൻ എന്തായാലും സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു 3 മാസമായിട്ട് ജോലി ഇല്ലാത്തൊരവസ്ഥ. ഞാൻ അന്നേരം ഫുൾ ടൈം ഫുഡ് ഉണ്ടാക്കും, കൊച്ചിനെ നോക്കും, വൈഫ് ഡ്യൂട്ടിക്ക് പോവും, ഞാനിരുന്ന് കൃപാസനം കാണും, വചനം എഴുതും. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാക്ഷ്യം, അത് ഞാൻ ആ ഡേറ്റ് എൻ്റെ ബുക്കിൽ കൃത്യമായിട്ട് എല്ലാ വചനവും ഞാൻ എഴുതി വെക്കാറുണ്ട്. ഞാൻ എഴുതിയില്ല. ഒരു റെജീന എന്ന് പറയുന്ന ഒരു സിസ്റ്റർ, പുള്ളിക്കാരത്തി സ്കൂളിലെ ടീച്ചറാണ്. പുള്ളിക്കാരത്തേക്ക് ഇതുപോലൊരു അസുഖം വന്നു. അച്ഛൻ്റെ ഇവിടെ ആരാധനയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാണ് ആ സാക്ഷ്യം. അന്ന് ആ വചനം അച്ഛൻ പറയുകയാണ്, നാവ് മുതൽ തൊണ്ടക്കുഴി വരെ പഴുത്തിറങ്ങിയ ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തുന്നു. അപ്പോൾ ആ റെജീന എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതേ അസുഖം ബാധിച്ച് ക്യാൻസർ പോലെയാണ്, ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം, അതിനൊക്കെയായിട്ട് പുള്ളിക്കാരത്തി വന്നതാണ്. ഇത് കേട്ടതും പുള്ളിക്കാരത്തി അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഒരു തുള്ളി വെള്ളം പുള്ളിക്കാരത്തിക്ക് ഇറക്കാൻ പറ്റുന്നില്ല. പുള്ളിക്കാരത്തി ആ സാക്ഷ്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു തുള്ളി വെള്ളം എൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ പറ്റും. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ രാവിലെ ഇവിടെ വന്നൊന്നും കഴിക്കാതെ. ഈ സാക്ഷ്യം അച്ഛൻ ഇത് പറയുകയും എന്നെയാണ് കർത്താവ് സുഖപ്പെടുത്തുന്നത് പുള്ളിക്കാരത്തി പറഞ്ഞു. അതിനുശേഷം പിന്നീട് കൺസൾട്ട് ചെയ്തു, അതെല്ലാം ഓക്കെ ആയി, നാവും തൊണ്ടയും എല്ലാം ശരിയായി. ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കെ എന്നെ നീ തൊട്ടതായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. നീ എന്നെ തൊടണമേ. എൻ്റെ നാവ് തൊട്ട് തൊണ്ടക്കുഴി വരെയുള്ള ഈ സെയിം പ്രോബ്ലം ഇപ്പോൾ തന്നെ എടുത്ത് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആ സെക്കൻഡിൽ വലിയൊരു ശക്തി എൻ്റെ മേൽ വന്ന് വസിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയും ഉച്ച കഴിഞ്ഞ് ആ ടോക്ക് കേട്ടതിന് ശേഷം എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റി. പിറ്റേ ദിവസം തൊട്ട് എൻ്റെ ആ അസുഖം കംപ്ലീറ്റ് ഇല്ലാണ്ടാവുകയും ചെയ്തു. ഇത് ദൈവം ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിലൊരു അനുഗ്രഹമാണ്. പിന്നീട് എൻ്റെ ഒരു സുഹൃത്തിന് പാസ്പോർട്ട് കിട്ടാതെ വളരെയധികം വേദനിച്ചപ്പോൾ അവന് ഈ പ്രത്യക്ഷ പ്രാർത്ഥന അറിയത്തില്ല. അപ്പോൾ ഞാൻ ഒരു വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്വനായ നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പുള്ളിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ഇത് ജെറീക്കോ കോട്ട തകർത്ത പ്രാർത്ഥനയാണെന്നുള്ള 7 എന്നുള്ള നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അറബി നേരിട്ടേ തരത്തുള്ളൂ, എയർപോർട്ടിൽ വെച്ച് തന്നെ ഈ പാസ്പോർട്ട് നിനക്ക് തരത്തുള്ളൂ എന്ന് പറഞ്ഞ പാസ്പോർട്ട് 3 days ബിഫോർ അറബി പറഞ്ഞു, നീ നേരിട്ട് PROയുടെ നിന്ന് കളക്ട് യു ക്യാൻ കളക്ട് ഫ്രം ദ PRO എന്ന് പറയുകയും അവനവിടെ നിന്ന് കളക്ട് ചെയ്ത് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് എന്നെ വിളിക്കുകയും ചെയ്തു. ഇതൊരു വലിയ അനുഭവമാണ്. സത്യത്തിൽ ഇവിടെ വന്ന് ഈ മണ്ണിൽ കാലുകുത്തുന്ന ഓരോ വ്യക്തിയും നമ്മൾ അറിഞ്ഞും അറിയാതെയായി കടന്നു പോയിക്കോട്ടെ, ദൈവം അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകും. ഉടമ്പടി എനിക്ക് കൃത്യമായിട്ടൊന്നും പാലിക്കാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു കുറ്റബോധവും വേദനയുണ്ട്. എങ്കിലും നല്ലപോലെ പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇവിടെ ഈ അൾത്താരയിൽ എൻ്റെ വൈഫും എൻ്റെ മക്കൾ, ഒരാൾ ക്യാരിങ്ങാണ്, ഇസാഖ് മോനുമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്താനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഇനി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു, അന്ന് സാധിച്ചില്ല. ഇന്ന് വൈഫിന് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ഒരു അവസ്ഥയിൽ നീ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും ദൈവം അനുവദിച്ച് വീണ്ടും ഈ അൾത്താരയിൽ ഈ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവപിതാവിൻ്റെ കരം വിരിച്ചു നിൽക്കുന്ന ഈ അൾത്താരയിൽ വരാനുള്ള അനുഭവം എനിക്കും എൻ്റെ കുടുംബത്തിനും വീണ്ടും തരണമേ, സാക്ഷിയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കും. ഈ അമ്മയുടെ അനുഗ്രഹം ഈ മണ്ണിൽ വരുന്ന എല്ലാവർക്കും ഉണ്ട്. അത് ഞാൻ ഈ സാക്ഷ്യങ്ങളിലൂടെയാണ് ഞാൻ ഇത്രയും പൂർണ്ണമായിട്ടും പറയുന്നത്. അത്ര പവർഫുൾ സാക്ഷ്യം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിനെക്കുറിച്ച് എൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുക. അവർ US പോകാനായിട്ട് ഇത് കിട്ടാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് നീ ഉടമ്പടി പ്രാർത്ഥിക്കുകയോ ചെയ്യുക. അപ്പോൾ അവൻ പറയുമായിരുന്നു, എടാ, ലോകത്തിൽ പല സാക്ഷ്യവും നമ്മൾ കേട്ടിട്ടുണ്ട്, ഇത് തലമേൽ മറിഞ്ഞ സാക്ഷ്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് ജോമോൾ സിസ്റ്റർ രാവിലെ പറഞ്ഞു, നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നത്, അച്ഛൻ അത് തന്നെ വീണ്ടും പറഞ്ഞു, അസാധ്യമെന്ന് തോന്നുന്നത്. അച്ഛൻ പല ടോക്കിലും പറയുന്നത്, നിങ്ങൾ ചെറിയ കാര്യങ്ങൾ വെക്കരുത്. ഈ ലോകത്ത് ഒരാൾക്കും സാധിക്കാത്ത
കാര്യങ്ങളുണ്ടോ, നിങ്ങൾ അത് വെക്കാനാണ് പറയുന്നത്. അതുപോലെ തലമറിഞ്ഞ സാക്ഷ്യങ്ങൾ നടക്കുന്ന ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് വിശ്വാസം മുറുകെ പിടിക്കാം, ഈശോയെ മുറുകെ പിടിക്കാം, പ്രാർത്ഥിക്കാം. ഈ അച്ഛനും ടീമംഗങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ കൂടുതൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും അച്ഛനും ടീമംഗങ്ങളും ഉണ്ട്, അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഈ സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം തന്ന ഈ വലിയ കൃപയെ ഓർത്ത് ദൈവത്തിനും ദൈവമാതാവിനും കോടാനുകോടി നന്ദി. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ കുടുംബം തീർത്ഥാടക ഉടമ്പടിയല്ല, ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമാണ്. പക്ഷേ കിട്ടിയ ദൈവാനുഭവങ്ങളെല്ലാം ഒത്തിരി ദൈവകൃപ നിറഞ്ഞതാണ്. നമ്മൾ ആദ്യമായിട്ട് കേട്ട സാക്ഷ്യം പ്രകാരമാണ് വൈഫിൻ്റെ ജോലി. അത് 1.5 കൊല്ലമായിട്ട് മാനുഷികമായ രീതിയിലൊക്കെ അത് അതിൻ്റെ പരിശ്രമമൊന്നും നടത്തിയിട്ടൊന്നും കിട്ടാത്ത ജോലിയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ആ സാക്ഷ്യത്തിൽ നിങ്ങൾ കേട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അത് ഒത്തിരി യുവാക്കൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഞങ്ങളെ റിജക്റ്റ് ചെയ്ത കമ്പനി തന്നെ ഞങ്ങളെ തിരിച്ചു വിളിച്ച് ജോലി തന്നു. ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. ഇപ്പോൾ ഈ വൈഫിൻ്റെ സാക്ഷ്യത്തിൽ ഞാനത് നോട്ട് ചെയ്തായിരുന്നു. അതായത് ആ കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഫയലും അടക്കി വെച്ചതാണ്. അന്ന് വിളിക്കാതെ വിട്ട 1 വർഷം കഴിഞ്ഞിട്ട് ഇവർ റീ അപ്ലൈ ചെയ്യാതെ തന്നെ ആ ഫയൽ എടുത്ത് ആ ജോലി പരിശുദ്ധ അമ്മ കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ അസാധ്യമായ കാര്യങ്ങളെന്ന് പറയുന്നത്. നമ്മളൊക്കെ ഉപേക്ഷിച്ചിട്ട കാര്യങ്ങൾ, അത് പരിശുദ്ധ അമ്മയുടെ ആ വലിയ കരുതലിൻ്റെ ഒരു ഭവനമാണത്, കൃപാസനം. അപ്പോൾ അമ്മ നമ്മുടെ ആ നിസ്സാര വിഷയങ്ങൾ പോലും, പിന്നെ ആണിരോഗത്തിൻ്റെ കാര്യം പറഞ്ഞു, അത് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രത്യേകിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചില്ല. ശരിക്കും ആണിരോഗം വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഭയന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാലയിൽ ഒരു മാലപ്പടക്കം പോലെ കുരുകുരുക്കുകൾ ഇങ്ങനെ വരികയാണ്. ഇതെന്ത് ചെയ്യും? ഇപ്പോൾ ഓൾ ഓഫ് വൺ സഡനാണ് ഉടമ്പടി പ്രാർത്ഥന ഉടനടി അനുഭവം. അപ്പോൾ ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് കുടുംബത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവിക സംരക്ഷണം കുടുംബത്തിന് മൊത്തം ഉറപ്പുവരുത്തുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ബാക്കിയുള്ള എല്ലാ സാക്ഷ്യങ്ങളിലും നിങ്ങൾ കേട്ടത്. കുഞ്ഞിൻ്റെ വിഷയമാണെന്നുണ്ടെങ്കിലും ആ കുഞ്ഞിന് ചെറിയ അസുഖമാണെങ്കിൽ പോലും പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾക്ക് എന്ത് വിഷയം വന്നാലും അവരെ സംബന്ധിച്ച് അത് വല്ലാത്ത നൊമ്പരമാണ്. അപ്പോൾ ആ വിഷയവും അമ്മയുടെ മുമ്പിൽ പൂർണ്ണ സൗഖ്യമാണ് കിട്ടിയത്. അതുപോലെ തന്നെ കൃപാസനം കൊറോണ കാലഘട്ടം വന്ന് അടഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ കൃപാസന അൾത്താര ജനത്തിനു വേണ്ടി തുറന്നിട്ടിരിക്കുകയായിരുന്നു ഓൺലൈൻ ശുശ്രൂഷകളിലൂടെ. അപ്പോൾ അതിൽ വലിയൊരു സാക്ഷ്യം പറഞ്ഞത് അഖണ്ഡ ജപമാല റാലി. അത് റാലി നടന്നു പങ്കെടുത്തതല്ല, ഓൺലൈനിൽ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വൈഫ് വീണ്ടും പ്രഗ്നൻ്റായി. ഇപ്പോൾ അവർ തിരിച്ച് നാട്ടിലോട്ട് വന്നു. വൈഫിൻ്റെ അനിയത്തി 2 വർഷമായിട്ട് കുഞ്ഞുങ്ങൾക്കും കുഞ്ഞിനെ നൽകി പരിശുദ്ധമ്മ അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ ഒത്തിരി മക്കളെ വിശ്വാസത്തിലേക്ക് പരിശുദ്ധ അമ്മമാതാവിൻ്റെ അടുക്കിലേക്ക് ഈ കുടുംബം പ്രേക്ഷിത വേല ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യവും സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ഉടമ്പടി വഴിയായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്നത്. എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയറിൻ്റെ സാക്ഷിയുടെ ഉണ്ടായിരുന്നു, ഒരു ചെറുതായിട്ട്. ലൈറ്റ് ക്യാൻഡിൽ പ്രയറും ഭയങ്കര പവർഫുള്ളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അത് വ്യക്തമായ, എൻ്റെ വൈഫ് റിസൈൻ ചെയ്ത് പോന്നപ്പോൾ ഇവരെന്ത് ചെയ്താലും അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തരുന്നില്ലായിരുന്നു. 4-5 ദിവസം അവൾ മെയിൽ അയക്കുകയും അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു നടപടി അതിനകത്തുണ്ടാകുന്നില്ല. പക്ഷേ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടിട്ട് 7 വിശ്വാസ പ്രമാണം 7 സ്വർഗസ്സനായ നന്മ നിറഞ്ഞ ത്രിത്വസ്തുതിയും ചൊല്ലി കാഴ്ച വെക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളത് കാഴ്ച വെച്ച്, സത്യമാണ് ഇത്, ഞാൻ ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് ഞാൻ പറയണം, മിറക്കിളാണ്. എൻ്റെ വൈഫിൻ്റെ ആ പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞു വെച്ചതും മെസ്സേജ് വന്നു, യു ക്യാൻ കം ടുമാറോ ആൻഡ് കളക്ട് ദ ഡോക്യുമെൻറ്റ് ഫ്രം ദ ഓഫീസ്. പെട്ടെന്ന് തന്നെ അതും സാക്ഷ്യപ്പെടുത്താമെന്ന് ഇവിടെ നിന്നിരുന്നു. ലൈറ്റ് ക്യാൻഡിൽ 2-3 പേർക്ക് പറഞ്ഞു കൊടുത്തു. അവർക്കും ഇതുപോലെ ഭയങ്കര മിറക്കിളായിരുന്നു. നമ്മുടെ വിശ്വാസം ചെറുതാണെങ്കിലും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും. ഒരുപാട് നന്ദി. പിന്നെ അച്ഛനെ കാണാനും അച്ഛൻ്റെ കൈവയ്പ്പ് പ്രാർത്ഥന എനിക്ക് കിട്ടാനും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ബ്രദർ പറഞ്ഞു നീ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഉടമ്പടി ഓൺലൈൻ എടുത്തു, കംപ്ലീറ്റ് ചെയ്തു. ഔദ്യോഗികമായിട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വളരെ ആഗ്രഹം. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ മാസം വന്ന് ഉടമ്പടി തീർത്തിട്ട് മതി എന്ന് പറഞ്ഞു ബ്രദർ. അത് ഞങ്ങൾ അനുസരിക്കുന്നു, കാരണം അതും ദൈവഹിതമാണ്. ഉടമ്പടി അത് നിയമപരമായിട്ട് പോകട്ടെ, ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ഉടമ്പടി പാലിക്കാൻ കൂടുതൽ ശക്തിയും കൃപയും തരണമേ എന്ന്
പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ലൈറ്റ് മദർ ക്യാൻഡിൽ മേരി. പ്രയർ വഴി വലിയൊരു അനുഭവം കിട്ടിയ കാര്യം പറഞ്ഞു. അപ്പോൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1987 ബഹുമാനപ്പെട്ട ജോസഫച്ചൻ കൃപാസന ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. അന്ന് മുതൽ ചൊല്ലിയ കോടിക്കണക്കിന് ജപം, ലക്ഷക്കണക്കിനല്ല, നമുക്കറിയാം ഈ അർത്തുങ്കൽ റാലി, നമ്മൾ അർത്തുങ്കൽ ബസിലിക്കയിലോട്ട് നടത്തിയ കഴിഞ്ഞ തവണത്തെ ഒക്ടോബർ മാസത്തെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തത് 1.5 ലക്ഷം ജനങ്ങളാണ്. അപ്പോൾ അന്ന് KSRTC ബസ്സിൻ്റെ വിഷയങ്ങളും അത് കളക്ഷനും കാര്യങ്ങളൊക്കെ പത്രത്തിൽ വരെ വാർത്തയായി. കാരണം ജനലക്ഷങ്ങളാണ് കൃപാസനത്തിലോട്ട് ഒഴുകിയത് അന്നത്തെ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയും വർഷത്തെ റാലികളിൽ ചൊല്ലിയ അഖണ്ഡ ജപമാല പ്രാർത്ഥനകളുടെ ഈടുവയ്പ്പാണ് ഈ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിനും ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥനയ്ക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ പ്രത്യേകമായിട്ട് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കൾക്ക് പ്രത്യേകമായി പെട്ടെന്ന് തന്നെ മരീൻ സമാശ്വാസം സന്ധിപ്പും ലഭിക്കുന്നത്. ഇപ്പോൾ സമയത്തിൻ്റെ മേലെ പരിശുദ്ധ അമ്മ ഇടപെട്ട വലിയൊരു സാക്ഷിയാണ് പങ്കുവച്ചത്. ഒപ്പം തന്നെ 17 വർഷമായിട്ടുണ്ടായിരുന്ന ആ ദുരിതം, തുമ്മൽ എന്ന വലിയൊരു അസുഖം, അത് അനുഭവിക്കുന്നവർക്കുള്ള അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അതെല്ലാം സമയബന്ധിതമായിട്ടാണ് പരിശുദ്ധ അമ്മ ഇടപെട്ടത്. എല്ലാത്തിനും നമുക്ക് പരിശുദ്ധമ്മയ്ക്ക് നന്ദി പറയാം. കൂടെ പറയാനുണ്ട് സിസ്റ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാതാവിൻ്റെ ആ സംരക്ഷണം, ഈശോയുടെ സംരക്ഷണം ഉണ്ട്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എന്നുള്ളതിൻ്റെ അടയാളമാണ്. എൻ്റെ ഫാദറിലോ കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് സൈക്കിളിൽ പോയപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. ആൾ മരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് മാതാവ് സംരക്ഷിച്ചു. എഴുന്നേക്കത്തില്ലെന്നാണ് പറഞ്ഞത്. ഈ വിത്തിൻ 6 ഡേയ്സിനുള്ളിൽ അദ്ദേഹം നടക്കാൻ തുടങ്ങി, സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. അതിശയകരമാണ്. അപ്പോൾ എൻ്റെ വൈഫ് എപ്പോഴും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കൊണ്ട് പുരട്ടും. അച്ചാച്ചന് അത് ഫുഡിലും കൊടുക്കും, തലയിലും പുരട്ടി. എൻ്റെ അച്ചാച്ച അത് പറയുമായിരുന്നു. അദ്ദേഹം അതിൻ്റെ ആ തീഷ്ണത കണ്ടിട്ട് എന്നോട് പറയുകയാണ്, ഇത് എഴുന്നേറ്റ് നടന്ന ഉടനെ നമുക്ക് നേരെ കൃപാസനത്തിൽ വരണം. ഉടമ്പടി എടുത്തിട്ടില്ല, അമ്മയെ എടുത്തിട്ടുള്ളൂ, എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം ഒരു പവർഫുൾ ഫീലിംഗ് അദ്ദേഹത്തിന് ലഭിച്ചു. അതുകൂടാതെ ഞങ്ങൾ ഉറക്കമില്ലാതെ വേദന ഉണ്ടായിരുന്നപ്പോൾ കൃപാസന സാക്ഷ്യം വയ്ക്കുകയും ഈ തൈലം പുരട്ടിയപ്പോൾ അച്ചാച്ച 2-3 പ്രാവശ്യം ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തി ശക്തമായ ഉറക്കമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി, ഉറക്കം കിട്ടി. ഇപ്പോൾ കാല് സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനും പ്രത്യേകം ദൈവത്തിന് നന്ദി. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെയും ഞങ്ങളുടെ സ്നേഹിതരിലും മാതാവ് അനേക അത്ഭുതങ്ങൾ ചെയ്ത സാക്ഷി ഞങ്ങൾക്കുണ്ട്. നന്ദി. എല്ലാ സാക്ഷ്യങ്ങളോട് ചേർത്ത് എൻ്റെ ഈ കൊച്ചു കുടുംബത്തിൻ്റെ സാക്ഷ്യവും ഞാൻ ചേർത്ത് വയ്ക്കുന്നു.